എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരടിപൊളി പാവയ്ക്ക കറി വെച്ചാലോ? അതും തേങ്ങ ഒന്നും അരയ്ക്കാതെ എങ്ങനെയാണ് പാവയ്ക്ക കറി വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, അതിൻ്റെ കളറ് കണ്ടോ? ഞാൻ കറി വെച്ച് വാങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല രുചികരമായ ഒരു കറി. അതിനായിട്ട് ഞാൻ ഒരു പാവയ്ക്കയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അധികം കയ്പൊന്നുമില്ലാത്ത ഒരു പാവയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തോരൻ വയ്ക്കുന്ന കായലും കുറച്ചും കൂടെ കട്ടിയിലാണ് ഞാനിത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ. ഇനി ഒരു ചീനിച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് ഒരു 2 സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണ ചൂടായപ്പോൾ 1 സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുന്നു. ഒരു 1/2 സ്പൂണ് പെരുംജീരകമാണ് ഇട്ടത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് വട്ടത്തി അരിഞ്ഞതും കൂടെ ഇട്ടു. ഇനി ഇതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒരു ചെറിയ കപ്പ് നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ചെറിയ ഉള്ളി എത്രമാത്രം ഇട്ട് കറി വെക്കുന്നു അതനുസരിച്ച് ആ കറിക്ക് സ്വാദും ഉണ്ടാകും. അപ്പം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സാമാന്യം വലിപ്പമുള്ള ഒരു സവാളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ആ സവാളയുടെ കളറൊന്ന് മാറി വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കാം. 1 സ്പൂണ് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. കണ്ടോ, ഇപ്പം കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടും വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. പാവയ്ക്ക തന്നെ ആദ്യം വേണേലും വഴറ്റി നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഞാനിപ്പം ഈ ഉള്ളിക്കകത്തോട്ടാണ് ഇട്ട് പാവയ്ക്ക വഴറ്റിയെടുക്കുന്നത്. ഇനി പാവയ്ക്ക ഒന്ന് വെന്ത് വരണം. ആ സമയം വരെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി, പാവയ്ക്കയുടെ വെള്ളം വറ്റി വെന്ത് വന്ന സമയത്ത് ഇതൊന്ന് കോരി മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് കോരി മാറ്റി വെച്ചു. ആ ചട്ടിക്കകത്തോട്ട് തന്നെ 1 സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടത്. 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു. അത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. നമ്മൾ മുളക് പൊടി ഇടുമ്പോൾ എപ്പോഴും പാകത്തിന് എരിവ് കൂടാൻ കണക്കിനാണ് ഇട്ട് കൊടുക്കാവുള്ളൂ. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി ഈ പൊടിയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കറി വയ്ക്കുമ്പോൾ എപ്പോഴും പാകത്തിന് എരിവേ നിൽക്കണം, അല്ലെങ്കിൽ കറിക്കൊരു ടേസ്റ്റ് ഇല്ല. ഇനി ഗ്രേവിക്കായിട്ട് ഞാൻ 2 തക്കാളി അരച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ തക്കാളി അരച്ചതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരണം. ഇപ്പം അതിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒരു ചെറിയ നെല്ലിക്ക വലിപ്പമുള്ള ഒരു പുളി എടുത്ത്, വാളംപുളിയാണ്, അത് പിഴിഞ്ഞ് അതിൻ്റെ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നു. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ പുളിവെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്യുമ്പം തന്നെ അത് നല്ലൊരു കളറോട് കൂടിയ ഒരു ഗ്രേവിയാകും. ഇത് കണ്ടോ. ഇപ്പോൾ ഇതിന് എത്രമാത്രം വെള്ളം വേണോ അതനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഞാനിത് ഒരു ചെറിയ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഇത് കറി വെച്ച് വാങ്ങുന്ന സമയത്ത് ഗ്രേവി നല്ല കൊഴുത്തിരിക്കണം, എങ്കിലാണ് ആ കറിക്കൊരു ടേസ്റ്റ് ഉള്ളൂ. ഇത്രയും വെള്ളത്തിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഞാൻ ഇടുന്നു. അതുപോലെ തന്നെ ഈ ഗ്രേവിക്കുള്ള ഉപ്പിട്ടിട്ടില്ലായിരുന്നു നമ്മൾ, അതുകൊണ്ട് ഇതിന് കൂടാനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. ആ തിളച്ച് വരുന്ന പാകമാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പാവയ്ക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി അധികം വേവാനില്ല ഈ പാവയ്ക്ക, കാരണം നമ്മൾ വഴറ്റി വേവിച്ചാണ് പാവയ്ക്ക വെച്ചിരിക്കുന്നത്. എങ്കിലും ഇത് നമ്മൾ ഈ
അരപ്പിനകത്ത് ഇട്ട് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുന്നു. എങ്കിലാണ് ആ പാവയ്ക്കായയിലേക്ക് ആ ഉപ്പും പുളിയും എരിവും എല്ലാം പിടിക്കത്തുള്ളൂ. ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. നല്ലപോലെ തിളച്ച് കണ്ടോ, ആ എണ്ണയെല്ലാം അതിൻ്റെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴാണ് ഇത് ഇളക്കേണ്ടത്. ഇപ്പം കണ്ടോ അതിൻ്റെ ഗ്രേവി നല്ല കുറുകിയല്ലേ ഇരിക്കുന്നതെന്ന്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഒരു 2 സ്പൂണ് ശർക്കര പൊടിയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ശർക്കര പൊടിയും കൂടെ ഇട്ട് ഈ കറി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി എല്ലാം നന്നായിട്ടും തിളച്ച് വന്ന് പാകത്തിന് ചാറുമായിട്ട് നല്ല കുറുകിയ ചാറോടുകൂടി നല്ല സുന്ദരമായ പാവയ്ക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും തേങ്ങ ഒന്നും അരയ്ക്കാതെ. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.